Hi students, welcome to Beauty of Max. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ഏരിയ ആണ്, സബ് ഗ്രൂപ്പ്. അന്നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞു നിർത്തിയത് ഗ്രൂപ്പ് എന്താണെന്നായിരുന്നു. ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സുകൾ കണ്ട് തുടങ്ങാൻ ശ്രമിക്കുക. കാര്യം അവിടെ പഠിപ്പിച്ച ഏകദേശം മിക്ക കാര്യങ്ങളും നമുക്കിവിടെ ആവശ്യമുണ്ട്. കാര്യം ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കാണ് സബ് ഗ്രൂപ്പ്. അന്നേരം ഗ്രൂപ്പ് അറിയാതെ സബ് ഗ്രൂപ്പ് കാണാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല. ഓക്കെ, അന്നേരം സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കാര്യം അറിയേണ്ടത്, നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ പഠിച്ച സമയത്ത് അവിടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർ എന്നാണ് ജനറലായിട്ട് ഡിനോട്ട് ചെയ്തത്. സ്റ്റാർ ആണ് ബൈനറി ഓപ്പറേഷൻ. സ്റ്റാർ എന്ന് പറയുന്നത് ജനറലായിട്ട് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ്റെ പ്ലേസിൽ എന്ത് ഓപ്പറേഷനും വരാം എന്നുള്ളതൊക്കെ നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞു. കൂടുതലും ഉപയോഗിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനും അഡിഷനുമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സെക്ഷനുകളിലൊക്കെ നമ്മൾ 90% അല്ലെങ്കിൽ 99% ഉപയോഗിക്കുന്നത് ഈ പറയപ്പെട്ട മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻസ് മാത്രമായിരിക്കും. ഓക്കെ, വളരെ റെയറായിട്ടേ അല്ലാതുള്ള ഓപ്പറേഷനുകൾ വരാറുള്ളൂ. ഈ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ എന്നുള്ളതിൽ തന്നെ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അന്നേരം ആ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഓപ്പറേഷൻ. അത് ആ വായിക്കുമ്പോൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. അവിടെ പ്രത്യേകിച്ച് ഒരുപക്ഷെ ഓപ്പറേഷൻ പറയണമെന്നില്ല. ഓക്കെ, കാര്യം ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കൂടുതലും കേസുകളിലെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആയിട്ടാണ് ടെക്സ്റ്റുകളിൽ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസ്യൂം ചെയ്തിട്ടാണ് മിക്ക കാര്യങ്ങളും ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ചില കേസുകളിൽ പ്ലസ് വരാറുണ്ട്. ഓക്കെ, ഇവ രണ്ടുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മൈൻഡിലുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് സബ് ഗ്രൂപ്പ് എന്ന സെക്ഷനിലേക്ക് വരാം. അതിന് ആദ്യം അറിയേണ്ടത് എന്താണ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്നുള്ളതാണ്. ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് ബൈനറി ഓപ്പറേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ബ്രീഫായിട്ടെന്ന് പറയാം, ഞാൻ ഈ സെൻറ്റൻസുകളൊന്നും വായിക്കുന്നില്ല. അതായത് ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മളിലുണ്ട്. ഓക്കെ, ജി ഗ്രൂപ്പ് ആണെങ്കിൽ അതിനൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടായിരിക്കുമല്ലോ. സപ്പോസ് ബൈനറി ഓപ്പറേഷൻ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് എടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുന്നു, എസ് എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുക്കുന്നു. ഓക്കെ, ഈ എസ് എന്ന് പറയുന്ന സബ്സെറ്റ് ഗ്രൂപ്പിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്താണോ അതേ ബൈനറി ഓപ്പറേഷൻ എസിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ, ഓക്കെ, ഗ്രൂപ്പിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്താണോ അതേ ബൈനറി ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ സബ്സെറ്റായ എസിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണ് എങ്കിൽ ഈ ഓപ്പറേഷനെയാണ് നമ്മൾ എസിൻ്റെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എന്താണ്, ഓക്കെ, ഗ്രൂപ്പിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്താണോ ആ ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ സബ്സെറ്റായ എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആയാൽ മതി. ഓക്കെ, എന്താണ് എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എസിനകത്തുള്ള ഏത് 2 എലമെൻ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അത് എസിലെ മെമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. അന്നേരം ഗ്രൂപ്പിൻ്റെ ബൈനറി ഓപ്പറേഷൻ എന്താണോ ആ ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ സബ്സെറ്റായ എസിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ആ ഓപ്പറേഷൻ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രം. 6 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുക്കുന്നു, റിയൽ നമ്പർ. 6 അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുന്നത് ക്യൂ എന്ന് പറയുന്ന ഒരു സബ്സെറ്റാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണോ, പ്ലസ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആകണമെന്നുണ്ടെങ്കിൽ 6ൻ്റെ സബ്സെറ്റായ ക്യൂ, ആ ക്യൂവിലും പ്ലസ് എന്തായിരിക്കണം, ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. ഗ്രൂപ്പിൻ്റെ ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ സബ്സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആകണം, അത്രയേ ഉള്ളൂ. അങ്ങനെ പ്ലസ് ക്യൂവിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ, ആണ്. കാര്യം ഏത് 2 റാഷണൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്ത് തന്നെയാണ്, റാഷണൽ നമ്പർ തന്നെയാണ്, ഇതിനകത്ത് തന്നെയുള്ള എലമെൻ്റ് ആയിരിക്കും. സോ പ്ലസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ ഓപ്പറേഷൻ ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അനദർ എക്സാമ്പിൾ 6 എന്ന് പറയുന്ന ഒരു, ഈ പറഞ്ഞ സെയിം എക്സാമ്പിൾ 6 എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ അത് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ഞാൻ ഇതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു, ദാറ്റ് ഈസ് കോൾഡ് ആർ സ്റ്റാർ എന്ന് പറഞ്ഞ സബ്സെറ്റ് എടുക്കുന്നു. ആർ സ്റ്റാർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, 6ൽ 0 ഒഴികെയുള്ള ബാക്കി എല്ലാ മെമ്പറും ഇതിനകത്തുണ്ട്. ഓക്കെ, 6ൻ്റെ ഓപ്പറേഷൻ പ്ലസ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പ്ലസ് ആർ സ്റ്റാറിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആണോ, ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ അത് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണ്, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അല്ല. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആണോ പ്ലസ് എന്ന് പറയുന്നത്, അല്ല. നമ്മൾ ഓൾറെഡി അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇതിൽ നിന്ന് 2 നമ്പർ എടുക്കുന്നു, 1 - 1 എന്ന് പറഞ്ഞ 2 നമ്പർ എടുക്കുന്നു.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ രണ്ട് നമ്പേഴ്സ് ഞാൻ ആഡ് ചെയ്യുന്നു. 1 പ്ലസ് -1, 1 മൈനസ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ വരും 0 ആണ് വരുന്നത്. 0 ആർ സ്റ്റാറിലെ മെമ്പറാണോ? അല്ല. ഓക്കെ, അന്നേരം പ്ലസ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആകണമായിരുന്നുവെങ്കിൽ ആർ സ്റ്റാറിലുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് ആർ സ്റ്റാറിലെ മെമ്പർ തന്നെ ആയിരിക്കണം. പക്ഷേ ഇവിടെ നമ്മളെടുത്ത എക്സാമ്പിൾ പ്രകാരം 0 ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. 0 ആർ സ്റ്റാറിലെ മെമ്പർ അല്ല. അതുകൊണ്ട് പ്ലസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ അല്ല. സോ പ്ലസ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എക്സാമ്പിൾ. ഇനി അടുത്ത് നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരുന്നു, സബ് ഗ്രൂപ്പ്. കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സബ് ഗ്രൂപ്പ് എന്താണെന്നുള്ളത്. If a subset H of a group G is closed under the binary operation of G, and if H with the induced operation from G is itself a group. അതായത് G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഓക്കെ, G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിനൊരു ബൈനറി ഓപ്പറേഷൻ ഉണ്ട്, എന്തോ ആയിക്കോട്ടെ, സ്റ്റാറെന്നോ മൾട്ടിപ്ലിക്കേഷനെന്നോ വിളിക്കാം. ഓക്കെ, നമ്മൾ കൂടുതലും മൾട്ടിപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു. ഓക്കെ, അന്നേരം G എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഓപ്പറേഷൻ എന്തോ ആയിക്കോട്ടെ. ഞാൻ അതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു. എച്ച് ആണ് സബ്സെറ്റ് എന്ന് വിചാരിക്കണം. ഓക്കെ, എച്ച് ആണ് സബ്സെറ്റ്. ഈ സബ്സെറ്റ് അല്ലെങ്കിൽ ഈ സബ്സെറ്റിന് സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ആ സബ്സെറ്റിനെ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ ഇൻഡ്യൂസ്ഡ് ആയിരിക്കണം. അത് ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ, ബൈനറി ഓപ്പറേഷൻ എന്താണോ അതേ ഓപ്പറേഷൻ എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കാര്യം, ഈ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് ഈ പറയപ്പെട്ട ബൈനറി ഓപ്പറേഷനിൽ സ്വന്തമായിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകണം. ഓക്കെ, അതായത് ഈ എച്ചിലുള്ള എലമെൻറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രാപ്തി എച്ചിനുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റിനെ നമുക്ക് സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടെ പറയാം. ജി എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. ഓക്കെ, അതിൻ്റെ ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിചാരിക്കും. എച്ച് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് എടുക്കുന്നു. ഈ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എന്താണോ അതേ ഓപ്പറേഷൻ എച്ചിൻ്റെ ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ എച്ചിനകത്തുള്ള എലമെൻറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട ബൈനറി ഓപ്പറേഷൻ, അതായത് ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷനായ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ഫോം ചെയ്യണം? ഈ സാധനം സ്വന്തം നിലയ്ക്ക് ഗ്രൂപ്പ് ഫോം ചെയ്യണം. ഓക്കെ, അതായത് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. എച്ചിനകത്തുള്ള എലമെൻറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ സബ്സെറ്റായ എച്ചിന് നമുക്ക് സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ഇതാണ് സബ് ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ. ക്ലിയർ ആണല്ലോ? ഇതിന് ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇങ്ങനെയും എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, അല്ലെങ്കിൽ നേരെ തിരിച്ചെഴുതാം. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ്. പക്ഷേ ആദ്യത്തിൽ ഉള്ള പ്രത്യേകത എന്ന് പറയുന്ന അടിയിലൊരു വര കൂടിയുണ്ട്. എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി, ഇങ്ങനൊരു വര കൂടിയുണ്ട്. ദാറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് എച്ചും ജിയും എന്താണ്? ഈക്വലാണ് എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, ആ ഗ്രൂപ്പും സബ് ഗ്രൂപ്പും സെയിം ആണെങ്കിലാണ് നമ്മൾ എങ്ങനെ ഇടുന്നത്? ഇങ്ങനൊരു വര ഇടുന്നത്. ഓക്കെ, ഗ്രൂപ്പും സബ് ഗ്രൂപ്പും സെയിം ആവുന്ന കേസുകളുണ്ട്, അതിലോട്ട് നമ്മൾ വരാം. ഓക്കെ, അതിന് ചില പ്രത്യേക പേരുകളൊക്കെ പറയും, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, അതിൽ നമുക്ക് എത്തും. ഓക്കെ, അത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലൊരു വര ഇടാം. ഇനി സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഈ നൊട്ടേഷൻ ഉപയോഗിക്കാം സബ് ഗ്രൂപ്പിന്. ഓക്കെ ആണല്ലോ? ഇതാണ് സബ് ഗ്രൂപ്പിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു നോട്ട് പറയും നോക്കാം. ഫ്രം ദി എബോവ് ഡെഫിനിഷൻ it is evident that every subgroup of G is a subset of G, whereas every subset of G is not always a subgroup. അന്നേരം തൊട്ടുമുമ്പത്തെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, എവരി സബ് ഗ്രൂപ്പ്, ഏതൊരു സബ് ഗ്രൂപ്പ്, ജിയുടെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അത് ജിയുടെ എന്തായിരിക്കും? മസ്റ്റായിട്ടും അതൊരു സബ്സെറ്റ് ആയിരിക്കും. പക്ഷേ ജിയുടെ എല്ലാ സബ്സെറ്റുകളും എന്താകണമെന്നില്ല, സബ് ഗ്രൂപ്പ് ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നെക്സ്റ്റ് വൺ, നൗ എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. നമുക്ക് സെറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, ദെർഫോർ അതുകൊണ്ട് തന്നെ ഇഫ് ജി ഈസ് എ ഗ്രൂപ്പ്
then G itself is a subgroup of G. ഓക്കെ, ശ്രദ്ധിക്കുക. ഇപ്പോൾ G എന്ന് പറയുന്ന സപ്പോസ് ഇതാണെന്ന് വിചാരിക്കുക, 1 2 3 ഇതൊരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക, ഓപ്പറേഷൻ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. ഇതിൻ്റെ കുറച്ച് സബ്സെറ്റുകൾ ഞാൻ എടുക്കുകയാണ്. സബ്സെറ്റുകൾ നമുക്കറിയാമല്ലോ. സബ്സെറ്റുകൾ എങ്ങനെ വരും? ഒന്ന് സെറ്റ് 1 ഒരു സബ്സെറ്റാണ്, സെറ്റ് 2 ഒരു സബ്സെറ്റാണ്, സെറ്റ് 3 ഒരു സബ്സെറ്റാണ്. മാക്സിമം പേഴ്സ് എടുത്താൽ മതി. ഇനി ഈ രണ്ടെണ്ണം വീതം. സെറ്റ് 1 2 ഒരു സബ്സെറ്റാണ്, സെറ്റ് 1 3 ഒരു സബ്സെറ്റാണ്, സെറ്റ് 2 3 ഒരു സബ്സെറ്റാണ്, സെറ്റ് 1 2 3 ഒരു സബ്സെറ്റാണ്. ഓക്കെ, അന്നേരം 1 2 3 എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. അതിൻ്റെ ചില സബ്സെറ്റുകളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ജി ഒരു സെറ്റാണ്, അതുകൂടാതെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു സെറ്റിൽ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അത് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതാണ് ഈ അവസാനം എഴുതിയിരിക്കുന്ന സാധനം. ഓക്കെ, അതായത് ഈ ഗ്രൂപ്പും ഈ സബ്സെറ്റും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, രണ്ടും സെയിം ആണെങ്കിൽ ഇത് ഗ്രൂപ്പായിരിക്കുമല്ലോ. കാര്യം 1 2 3 എന്ന് പറയുന്ന സെറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയെങ്കിൽ ഇതും 1 2 3 തന്നെയല്ലേ, ഇതും ഗ്രൂപ്പല്ലേ. അതുകൂടാതെ ഈ 1 2 3 എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ്സെറ്റും കൂടിയാണല്ലോ. ഓക്കെ, ഒരു സബ്സെറ്റ് ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് സബ് ഗ്രൂപ്പാണല്ലോ. അതല്ലേ നമ്മൾ സബ് ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത്. ഓക്കെ, അന്നേരം ഇത് ഗ്രൂപ്പാണ്, അതിൻ്റെ ഒരു സബ്സെറ്റാണ് 1 2 3 എന്ന് പറയുന്നത്. അതായത് ഗ്രൂപ്പ് തന്നെയാണ് ഈ സബ്സെറ്റ് എന്നർത്ഥം. ഓക്കെ, ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ ഈ 1 2 3 ഗ്രൂപ്പാണ് എന്നല്ലേ. കാര്യം ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. സോ ഇത് ഒരു സബ്സെറ്റാണ്, അതുകൂടാതെ ഗ്രൂപ്പ് കൂടിയാണ്. അങ്ങനെയെങ്കിൽ ആ സബ്സെറ്റാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അന്നേരം ജി ഒരു ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ അത് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് എന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, ജി ഒരു ഗ്രൂപ്പാണ്, അങ്ങനെയെങ്കിൽ അത് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്, അതുകൂടാതെ അത് തന്നെ അതിൻ്റെ ഒരു എന്താണ് സബ് ഗ്രൂപ്പാണ്. കാര്യം സബ് ഗ്രൂപ്പ് ആകാനുള്ള കണ്ടീഷൻ അറിയാമല്ലോ എന്താണെന്നുള്ളത്. ഗ്രൂപ്പ് ആയാൽ അത് സബ് ഗ്രൂപ്പായി. ഓക്കെ, ഒരു സബ്സെറ്റ് ഗ്രൂപ്പ് ആയാൽ അത് സബ് ഗ്രൂപ്പായി, അത്രേ ഉള്ളൂ. ഓക്കെ, അന്നേരം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജി ഒരു ഗ്രൂപ്പാണ്, അങ്ങനെയെങ്കിൽ ജി തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പായിരിക്കും. ജി ഇറ്റ് സെൽഫ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. കാര്യം ജി എന്ന് പറയുന്ന ഒരു സെറ്റാണ്, ഗ്രൂപ്പാണെങ്കിൽ അതൊരു സെറ്റാണ്. ആ സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. 1 2 3 എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ്. ഓക്കെ, അതൊരു സെറ്റ് കൂടിയാണ്. 1 2 3 തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. 1 2 3 ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ സബ്സെറ്റ് എന്തായിരിക്കും? ഗ്രൂപ്പ് ഫോം ചെയ്യും. ഓക്കെ, സബ്സെറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ അത് എന്തായി? സബ് ഗ്രൂപ്പായി. ഓക്കെ, അന്നേരം ജി ഇറ്റ് സെൽഫ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ജി എന്ന് പറയുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പായിരിക്കും. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഓൾസോ ഇഫ് ഇ ഈസ് ദി ഐഡൻറ്റിറ്റി ഓഫ് ജി, ഏതൊരു ഗ്രൂപ്പ് എടുത്താലും അതിനൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ അതിനെ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ ഐഡൻറ്റിറ്റി മാത്രമുള്ള ഒരു സെറ്റ് നിങ്ങൾ എടുത്താൽ, അല്ലെങ്കിൽ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സബ്സെറ്റ് മസ്റ്റായിട്ടും സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. കാര്യം ഇത് ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കണ്ടീഷനും ഈ ഐഡൻറ്റിറ്റി മാത്രം ഉപയോഗിച്ചുകൊണ്ട് എന്ത് കിട്ടും? തെളിയിക്കാൻ പറ്റും നമുക്ക്. അതിന് എക്സാമ്പിളൊക്കെ നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗ്രൂപ്പ് പറഞ്ഞ സമയത്ത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ യുവിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. U4 U3 U2 U1 ഇങ്ങനെ 4 എക്സാമ്പിൾ പറഞ്ഞു. U1 എന്ന് പറയുന്നത് സെറ്റ് 1 ആണ്. സെറ്റ് 1 എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനിൽ ഐഡൻറ്റിറ്റി മാത്രമുള്ള എലമെൻ്റാണ്. ഐഡൻറ്റിറ്റി മാത്രം വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ഫോം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഐഡൻറ്റിറ്റി മാത്രം പറഞ്ഞാൽ അത് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെയും അത് തന്നെയാണ്. ജി ഒരു ഗ്രൂപ്പാണ്, നമുക്കറിയാം. ജിക്കകത്തുള്ളൊരു മെമ്പറാണല്ലോ ഐഡൻറ്റിറ്റി ഇ എന്ന് പറയുന്നത്. ഈ മാത്രമുള്ള ആ ഐഡൻറ്റിറ്റി മാത്രമുള്ളൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സബ്സെറ്റ് എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. ഓക്കെ, അന്നേരം ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം 2 കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഒരു ഗ്രൂപ്പിന് ട്രൂ ആണ്. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പിന് 2 സബ് ഗ്രൂപ്പ്, കുറഞ്ഞത് 2 സബ് ഗ്രൂപ്പ് ഏതൊരു ഗ്രൂപ്പിനും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതാണ് സെക്കൻഡ് നോട്ടിൽ പറയുന്നത്. എവരി ഗ്രൂപ്പ് ജി ഹാസ് എക്സാക്ട്ലി അറ്റ്ലീസ്റ്റ് 2 സബ് ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ എക്സാക്ട്ലി തീർച്ചയായിട്ടും 2 സബ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞു. അതുകൂടാതെ ദ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ദി ഐഡൻറ്റിറ്റി എലമെൻറ്റ് എലോൺ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രം നിങ്ങളൊരു സബ്സെറ്റായിട്ട് എടുത്താൽ, അതാണ് സെറ്റ് ഇ എടുത്താൽ, അതും മസ്റ്റായിട്ടും സബ് ഗ്രൂപ്പ് ആയിരിക്കും. അന്നേരം ഏതൊരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിന് എല്ലായ്പ്പോഴും സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, 2 സബ് ഗ്രൂപ്പ് മിനിമം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. ഒന്ന്, ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ഒന്ന്, ഐഡൻറ്റിറ്റി മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റും എന്തായിരിക്കും? ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഇത് മൈൻഡിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഓഫ് സബ് ഗ്രൂപ്പ്. സബ് ഗ്രൂപ്പിന് എക്സാമ്പിളാണ് അടുത്ത് പറയാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള എക്സാമ്പിളാണ്. ഇപ്പോൾ Q+ എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്, നമുക്കറിയാം. ഇതാണ് Q+.
ക്യൂ എന്ന് വിചാരിക്കുക ഓപ്പറേഷൻ അഡീഷൻ ആണ്. അതിൻ്റെ ഒരു സബ്സെറ്റ് ആണല്ലോ ഇൻറ്റിജർ എന്ന് പറയുന്നത്. അത് സംശയമില്ല എല്ലാവർക്കും. ഓക്കെ, ഇൻറ്റിജർ ക്യൂവിൻ്റെ സബ്സെറ്റാണ് ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓപ്പറേഷൻ പ്ലസ് ആണ്. ഇസഡിൻ്റെയും ബൈനറി ഓപ്പറേഷൻ പ്ലസ് എന്ന് പറയുന്നത് ഇസഡിൻ്റെയും ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. അതിനകത്ത് ആർക്കും ഡൗട്ടില്ലല്ല. കാര്യം ഏത് രണ്ട് ഇൻറ്റിജർ എടുത്ത് ആഡ് ചെയ്താലും ഇൻറ്റിജർ തന്നെയാണ് കിട്ടുന്നത്. അതുകൂടാതെ ഇസഡ് പ്ലസ് എന്ന് പറയുന്ന ഈ സബ്സെറ്റ് നമ്മൾ ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും ഗ്രൂപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അന്നേരം ഇത് ഗ്രൂപ്പാണ് എന്ന് നമുക്കറിയാം. അന്നേരം ക്യൂവിൻ്റെ സബ്സെറ്റാണ് ഇസഡ് എന്ന് പറയുന്നത്. ആ ഇസഡ് അല്ലെങ്കിൽ ആ സബ്സെറ്റ് ഗ്രൂപ്പ് ആകുന്നുമുണ്ട്. ഒരു ഗ്രൂപ്പിൻ്റെ സബ്സെറ്റ് ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയാൽ അതിനെയാണ് നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അന്നേരം ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഒരു സബ്സെറ്റാണ്. അതുകൂടാതെ അത് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ പ്ലസിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ഓക്കെ, അതാണ് അതായി എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യൂ പ്ലസ്. ക്യൂ പ്ലസ് എന്ന് പറയുന്നത് ആർ പ്ലസിൻ്റെ സബ് ഗ്രൂപ്പാണ്. അതും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ആർ എന്ന് പറയുന്ന റിയൽ നമ്പറാണ്. ആൻഡ് അഡീഷനിൽ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുന്നു ക്യൂ എന്ന് പറയുന്നത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആണല്ലോ. പ്ലസ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നമുക്കറിയാം. കാര്യം ഏത് രണ്ട് നമ്പർ എടുത്ത് ഏത് രണ്ട് റാഷണൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത് റാഷണൽ നമ്പർ തന്നെയാണ്. അതുകൂടാതെ ക്യൂ എന്ന് പറയുന്നത് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആറിൻ്റെ സബ്സെറ്റായ ക്യൂ ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സബ്സെറ്റ് എന്താണ്? സബ് ഗ്രൂപ്പാണ്. ക്ലിയർ ആണല്ലോ? അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും, ഇത് സാറ്റിസ്ഫൈ ചെയ്യും. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഓരോന്നും ഇതേപോലെ കൊച്ചു കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ഇനി അടുത്തത് സബ് ഗ്രൂപ്പ് അല്ലാത്തൊരു എക്സാമ്പിൾ പറയാം. ക്യൂ അണ്ടർ ആഡിഷൻ ഒരു ഗ്രൂപ്പാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചോണം. ക്യൂ എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ എടുക്കുന്നു ക്യൂ സ്റ്റാർ. ഓക്കെ, ഈ ക്യൂ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ എന്ത് ഫോം ചെയ്യും? ഗ്രൂപ്പ് ഫോം ചെയ്യും. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത് ജി എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ സബ്സെറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ആ സബ്സെറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്താൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ആ സബ്സെറ്റിനാണ് നമ്മൾ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അന്നേരം ക്യൂവിൻ്റെ സബ്സെറ്റാണ് ക്യൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ ക്യൂ സ്റ്റാറും ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ. പക്ഷേ ഇത് സബ് ഗ്രൂപ്പ് അല്ല. എന്താ കാര്യം? രണ്ടിടത്ത് രണ്ട് ഓപ്പറേഷൻ ഇൻഡ്യൂസ്ഡ് അല്ല. ക്യൂ പ്ലസ് എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. അതിൻ്റെ സബ്സെറ്റാണ് ക്യൂ സ്റ്റാർ എന്ന് പറയുന്നത്. അത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ അതുകൊണ്ട് ക്യൂ സ്റ്റാർ ഡോട്ട് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. കാര്യം സബ് ഗ്രൂപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇൻഡ്യൂസ്ഡ് ആയിരിക്കണം. ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ എന്താണോ അതേ ഓപ്പറേഷൻ തന്നെ ആയിരിക്കണം അതിൻ്റെ സബ്സെറ്റിൻ്റെ ബൈനറി ഓപ്പറേഷനും. പക്ഷേ ഇവിടെ ഓപ്പറേഷൻ രണ്ട് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ക്യൂ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്തല്ല, സബ് ഗ്രൂപ്പ് അല്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എക്സാമ്പിൾ അതുപോലെ തന്നെ ക്യൂ പ്ലസ് മൾട്ടിപ്ലിക്കേഷനാണ്, 6 പ്ലസ്സിലാണ്. ഇത് ഗ്രൂപ്പാണ്, അതിൻ്റെ ഒരു സബ്സെറ്റാണിത്. ഇത് സബ് ഗ്രൂപ്പ് ആകില്ല. കാര്യം രണ്ടിടത്ത് രണ്ട് ഓപ്പറേഷനാണ്. ഇത് പ്ലസ്, ഇത് മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ട് അത് സബ് ഗ്രൂപ്പ് ആവില്ല. ഇനി മറ്റൊന്ന്, ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് 1 - 1 ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ദി മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് 1 - 1 i - i. അതായത് U4 ഇതാണ് U4 എന്ന് പറയുന്നത്. U4 മീൻസ് 1 - 1 i - i. ഓൾറെഡി ഗ്രൂപ്പ് നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് മൾട്ടിപ്ലിക്കേഷനിൽ. അതിൻ്റെ ഒരു സബ്സെറ്റാണ് U2 എന്ന് പറയുന്നത്. U2 അത് 1 - 1. ഇതും ഈ സബ്സെറ്റ് എന്ന് പറയുന്ന സാധനവും ഗ്രൂപ്പാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അന്നേരം U4ൻ്റെ സബ്സെറ്റാണ് U2. രണ്ടിടത്തും ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനാണ്. ഈ U2 എന്ന് പറയുന്ന സബ്സെറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പ് ആകുന്നുണ്ട്. അതുകൊണ്ട് U2 എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് അറിയാതെ ഇത് കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. അടുത്ത ഡെഫിനിഷൻ, ഇഫ് G ഈസ് എ ഗ്രൂപ്പ് then the subgroup consisting of G itself is the improper subgroup of G. All other subgroups are proper subgroups. അന്നേരം ഇവിടെ പറയുന്നത് G ഒരു ഗ്രൂപ്പാണ്. then the subgroup consisting of G itself is the improper subgroup. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു G ഒരു ഗ്രൂപ്പാണ്. അങ്ങനെയെങ്കിൽ G തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ഓക്കെ, അതുകൂടാതെ ഐഡൻറ്റിറ്റി മാത്രം അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ഇതെല്ലാം ഇപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണ് നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു. അതുകൂടാതെ വേറെയും സബ് ഗ്രൂപ്പുകൾ ഉണ്ടാകാം. ഞാൻ H1 എന്നും H2 എന്നൊക്കെ ഡിനോട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പ്
ആ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് അത് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ആ സബ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഇംപ്രോപ്പർ, പേര് ശ്രദ്ധിച്ചോണേ, ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഓക്കെ, ഇനി ഐഡൻറ്റിറ്റി മാത്രം ഒരു സെറ്റ് എടുത്താൽ അതും ഒരു ഗ്രൂപ്പിൻ്റെ എല്ലായ്പ്പോഴും ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ട്രിവിയൽ. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജി എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ്, ഓക്കെ, ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് അത് തന്നെയാണ് അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് എന്ന് ഞാൻ പറഞ്ഞു. അതിനാണ് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പ്രോപ്പർ. ഓക്കെ, ജി ഒരു ഗ്രൂപ്പാണ്, ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്, അതിനെയാണ് നമ്മൾ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ബാക്കി എല്ലാത്തിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഓക്കെ, പ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഈ പ്രോപ്പർ സബ് ഗ്രൂപ്പിൽ തന്നെ വരുന്നതാണ് ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിക്ക് പ്രത്യേക ഒരു പേരുണ്ട്, അതിനാണ് ട്രിവിയൽ എന്ന് വിളിക്കുന്നത്. അതായത് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ട്രിവിയലുമാണ് പ്രോപ്പറുമാണ്, കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, ഐഡൻറ്റിറ്റി ട്രിവിയലുമാണ് പ്രോപ്പറുമാണ്. പക്ഷേ ഐഡൻറ്റിറ്റി നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നത് അതിന് മാത്രമുള്ളൊരു പേരാണ് ട്രിവിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ഈ ട്രിവിയലാണെന്ന് കിട്ടിയേ. ഇനി ഇത് ഇംപ്രോപ്പർ ആണെന്ന് പറഞ്ഞു, ഇത് ട്രിവിയൽ ആണെന്ന് പറഞ്ഞു. ഇനി അതുകൂടാതെ ഈ ഇംപ്രോപ്പറും ട്രിവിയലും അല്ലാതെ ബാക്കി എല്ലാത്തിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് നോൺ ട്രിവിയൽ എന്ന് പറയുന്നത്. നോൺ ട്രിവിയൽ. അന്നേരം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജിയും ഇയും ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ് ഗ്രൂപ്പുകൾക്കും രണ്ട് പേരുകളുണ്ട്. അതായത് അത് ഇംപ്രോപ്പറും അല്ല ട്രിവിയലുമല്ല. അതായത് നോൺ ട്രിവിയൽ പ്രോപ്പർ. ട്രിവിയൽ അല്ലെന്ന് വെച്ചാൽ നോൺ ട്രിവിയൽ, ഇംപ്രോപ്പർ അല്ലെന്ന് വെച്ചാൽ പ്രോപ്പർ. അതായത് അത് ചേർത്ത് നമുക്ക് വിളിക്കാം. എന്താണ് അവയെ വിളിക്കുന്നത്? നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അന്നേരം ജി തന്നെ ഒരു സബ് ഗ്രൂപ്പാണെന്നറിയാം, അതിനെ ഇംപ്രോപ്പർ എന്ന് വിളിക്കുന്നു. ഐഡൻറ്റിറ്റി മാത്രം ഒരു സബ് ഗ്രൂപ്പാണ്, അതിനെ ട്രിവിയൽ എന്ന് വിളിക്കുന്നു. ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? ബാക്കിയുള്ള എല്ലാ സാധനവും ട്രിവിയലുമല്ല ഇംപ്രോപ്പറുമല്ല. ഇംപ്രോപ്പർ അല്ലെങ്കിൽ അതിനെ പ്രോപ്പർ എന്ന് വിളിക്കാം, ട്രിവിയൽ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ എന്ന് വിളിക്കാം. അത് ചേർത്ത് എന്ത് വിളിക്കാം? നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ സംഗതി. എക്സാമ്പിളിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ, ഇൻ ദി ഗ്രൂപ്പ് ജി, ഇവിടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒമേഗ സ്ക്വയർ എക്സെട്ര ω⁻⁶. ω⁻⁶ ആണ് 1 കിട്ടുന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം 6th റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ്. 6th റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഓക്കെ, എന്ത് റൂട്ട്സ് ഓഫ് യൂണിറ്റി അറിയാമല്ലോ? അന്നേരം 6th റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് ഈ തന്നിരിക്കുന്നത്. 6th റൂട്ട്സ് ഓഫ് യൂണിറ്റി 1/1/6ൻ്റെ സൊല്യൂഷൻസ്. അതായത് Z⁻⁶ = 1 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ 6 സൊല്യൂഷൻസ്. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. കോംപ്ലക്സ് സൊല്യൂഷൻസ് ആണ് 6 റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇതൊരു ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഗ്രൂപ്പിൻ്റെ കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻ. ഈ ഗ്രൂപ്പിൻ്റെ കുറച്ച് സബ് ഗ്രൂപ്പുകളാണ് ഞാനിവിടെ താഴെ എഴുതിയിരിക്കുന്നത്. ഒന്ന്, ഈ ഗ്രൂപ്പ് തന്നെ ഒരു സബ് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം, അതിനെ H1 എന്ന് വിളിച്ചു. ഇതിൽ ഐഡൻറ്റിറ്റി 1 ആണെന്ന് നമുക്കറിയാം, അത് ഒരു സബ് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. ഓൾറെഡി അത് രണ്ടും സബ് ഗ്രൂപ്പാണെന്നുള്ള കാര്യം, എല്ലാ ഗ്രൂപ്പിൻ്റെയും 2 സബ് ഗ്രൂപ്പുകളാണ് ഇവ രണ്ടും. ഓക്കെ, ഐഡൻറ്റിറ്റിയും ആ ഗ്രൂപ്പും. ഇനി അതുകൂടാതെ വേറെയും സബ് ഗ്രൂപ്പുകളുണ്ട്. ആ സബ് ഗ്രൂപ്പുകൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ സബ് ഗ്രൂപ്പായി എന്നുള്ളത് ഇവിടെ ഞാൻ തൽക്കാലം പറയുന്നില്ല, അത് പിന്നീട് വരാം. ഓക്കെ, ഇവിടെ സബ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന മാർഗ്ഗങ്ങളൊക്കെ നിങ്ങൾ ഇനി പഠിക്കും. ഓക്കെ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർ ഇംപ്രോപ്പർ ആ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുള്ള എക്സാമ്പിളാണ് പറയുന്നത്. എന്നാൽ ഇതും ഒരു സബ് ഗ്രൂപ്പാണ്, ഇതും ഒരു സബ് ഗ്രൂപ്പാണ്. ഇപ്പോൾ നമുക്ക് 4 സബ് ഗ്രൂപ്പ് കിട്ടിയേ. ഈ 4 സബ് ഗ്രൂപ്പിൽ ഏതാണ് പ്രോപ്പർ, ഏതാണ് നോൺ ട്രിവിയൽ, ഏതാണ് ട്രിവിയൽ, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അന്നേരം ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ഇതിനാണ് നമ്മൾ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇംപ്രോപ്പർ. ഓക്കെ, ഇത് ഐഡൻറ്റിറ്റി ആണെന്ന് നമുക്കറിയാം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രിവിയൽ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ട്രിവിയൽ. ഓക്കെ, ബാക്കിയുള്ളത് ഈ 2 സബ് ഗ്രൂപ്പുകൾ എന്താണ്? H3 H4. അത് ട്രിവിയൽ അല്ല, അത് നോൺ ട്രിവിയൽ ആണ്. ഓക്കെ, അതുകൂടാതെ ഇംപ്രോപ്പറും അല്ല, പ്രോപ്പറാണ്. അന്നേരം പ്രോപ്പർ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ് എന്ന് അവയെ വിളിക്കാം. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ H1 എന്ന് പറയുന്നത് ഇംപ്രോപ്പറാണ്, H2 ട്രിവിയലാണ്. ബാക്കിയുള്ള H3 H4 എന്താണ്? ട്രിവിയലും അല്ല ഇംപ്രോപ്പറും അല്ല, നോൺ ട്രിവിയൽ പ്രോപ്പർ സബ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത എക്സാമ്പിൾ, Q+ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് R+ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. R+, ഇതാണ് R+ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അതൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഞാൻ എടുക്കുന്നത്. Q+ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അന്നേരം ഈ R+ൻ്റെ സബ് ഗ്രൂപ്പാണ് Q+ എന്ന് പറയുന്നത്. ഓക്കെ, ഈ Q+, R+നകത്ത് കിടക്കുന്ന സാധനമാണല്ലോ. ഓക്കെ, R+ന് തുല്യമല്ല. അതുകൂടാതെ ഇതൊരു സെറ്റാണ്.
ഒരു നമ്പരുമല്ല. നമ്പറാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിറ്റി ആണെന്ന് പറയാമല്ലോ. അതൊരു സെറ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആർ പ്ലസിൻ്റെ ഒരു സബ്സെറ്റാണ്, പക്ഷേ ആർ പ്ലസിന് തുല്യവുമല്ല ക്യൂ പ്ലസ്. ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് ഏത് ഗണത്തിലായിരിക്കും വരുന്നത്? ആർ പ്ലസിൻ്റെ സബ് ഗ്രൂപ്പായ ആർ പ്ലസിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആർ പ്ലസ് തന്നെയാണ്, അതിനെ ഇംപ്രോപ്പർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി മാത്രം എടുത്തെങ്കിൽ അതാണ് ട്രിവിയൽ. ഓക്കെ, ഇത് രണ്ടുമല്ല ഈ സാധനം. അങ്ങനെ ഇത് മസ്റ്റായിട്ട് എന്തായിരിക്കും? പ്രോപ്പർ ആയിരിക്കും. ദിസ് ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഓക്കെ, ഇതൊരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണ്. ക്ലിയർ ആണല്ലോ? പ്രോപ്പർ ഇവിടെ നോൺ ട്രിവിയൽ എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം നോൺ ട്രിവിയൽ പറഞ്ഞാലും നോൺ ട്രിവിയൽ ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഒരു സെറ്റായതുകൊണ്ട്, വലിയ സെറ്റായതുകൊണ്ടാണ് അത്തരത്തിൽ പ്രോപ്പർ എന്ന് മാത്രം പറഞ്ഞ് വെറുതെയാക്കുന്നത്. ഓക്കെ, അതൊരു ഇതൊരു പ്രോപ്പർ സബ് ഗ്രൂപ്പാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, the nth roots of unity in C form a subgroup Un of the group C star of non-zero complex numbers under multiplication. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് nth roots of unity in C, അത് ഒരു സബ് ഗ്രൂപ്പ് ഫോം ചെയ്യും. UN, nth roots of unity എന്ന് വെച്ചാൽ UN ആണെന്ന് നമുക്കറിയാം. അത് ഓൾറെഡി ഗ്രൂപ്പാണെന്ന് നമുക്ക് അറിയാം. C star of non-zero complex numbers under multiplication. അതായത് സി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷനിൽ ഗ്രൂപ്പാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സി സ്റ്റാർ. ഓക്കെ, സി സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ, ഇതൊരു സബ് ഗ്രൂപ്പിന് എക്സാമ്പിൾ പറയുവാണ്. ഇത് തൊട്ടുമുമ്പ് പറയേണ്ടതായിരുന്നു, പക്ഷേ ഇതിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിട്ടുപോയതാണ്. ഓക്കെ, സി സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പാണ്. സി സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പാണ്. ഓക്കെ, അതിൻ്റെ ഒരു സബ്സെറ്റാണ് UN എന്ന് പറയുന്നത്. nth roots of unity UN എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സബ്സെറ്റാണ്. ഓക്കെ, സി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റാണ്. കാര്യം UN എന്ന് പറയുന്നത് അറിയാമല്ലോ, എന്താ nth roots of unity ആണ്. സി സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്? സി സ്റ്റാർ സീറോ ഒഴികെ ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. UN-നകത്ത് സീറോ വരുമോ? സീറോ വരത്തില്ല. മൾട്ടിപ്ലിക്കേഷനിൽ 1 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. U1 എന്ന് വെച്ചാൽ 1 ആണ്, U2 1 - 1 ആണ്, U3 1 ഒമേഗ സ്ക്വയർ ആണ്, U4 എന്ന് പറയുന്നത് 1 - 1 I - I ആണ്, ഇങ്ങനെ പോകും. ഓക്കെ, സീറോ വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സീറോ വരത്തില്ല. ഇത് സി സ്റ്റാറിലെ എലമെൻറ്റുകൾ മാത്രമാണ് UN-നകത്ത് വരുന്നത്. അതൊരു സബ്സെറ്റാണ്. അതുകൂടാതെ UN ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചിട്ടുമുണ്ട്. ഓക്കെ, അതിൽ സി സ്റ്റാറിൻ്റെ ഒരു സബ്സെറ്റാണ് UN എന്ന് പറയുന്നത്. അത് ഒരു ഗ്രൂപ്പാണ് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് UN എന്ന് പറയുന്ന മസ്റ്റായിട്ടും സി സ്റ്റാറിൻ്റെ എന്താണ്? ഒരു സബ് ഗ്രൂപ്പാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി സബ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട 1-2 എക്സാമ്പിൾ കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾ നിർത്താം. Let Rn be the additive group of all n component raw vectors with real number entries. ഗ്രൂപ്പ് പഠിച്ച സമയത്ത് Rn എന്ന് പറയുന്ന സെറ്റ് കമ്പോണൻറ്റ് വൈസ് അഡീഷനിൽ ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു സബ്സെറ്റാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് H. ഓക്കെ, എന്താണ് H? പ്രൂവ് ദാറ്റ് ദ സബ്സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ദീസ് വെക്ടേഴ്സ് ഹാവിംഗ് 0 ആസ് ദി എൻട്രി ഇൻ ദി ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് Rn. ഓക്കെ, അതിലൂടെ മനസ്സിലാക്കേണ്ടത് Rnലെ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഇത്തരത്തിലാണ്. n കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഈ n കമ്പോണൻസും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അവിടെ റിയൽ നമ്പേഴ്സിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഏത് റിയൽ നമ്പറും ഈ x1 x2 xnൻ്റെ പ്ലേസിൽ വരാം. അതാണ് Rnനകത്തുള്ള എലമെൻറ്റിൻ്റെ കളക്ഷൻ. അതൊക്കെ നമ്മൾ ഓൾറെഡി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഗ്രൂപ്പ് തെളിയിച്ച കാര്യമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു. ആ സബ്സെറ്റ് ശ്രദ്ധിച്ചോണം. സബ്സെറ്റ് എടുക്കുമ്പോഴത്തേക്ക് സബ്സെറ്റിനകത്തും മെമ്പേഴ്സ് ഇത്തരത്തിൽ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏത് തരത്തിലുള്ള മെമ്പേഴ്സാണ് ഈ H-നകത്ത് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ നോക്കുക, ദ സബ്സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ദീസ് വെക്ടേഴ്സ് ഹാവിംഗ് 0 ആസ് എൻട്രി ഇൻ ദി ഫസ്റ്റ് കമ്പോണൻറ്റ്. ഓക്കെ, അതായത് ഈ Rnനകത്തുള്ള വെക്ടേഴ്സ്, ഈ വെക്ടേഴ്സിൽ x1 x2 xnൻ്റെ പ്ലേസിൽ ഏത് നമ്പറും വരാൻ നമ്മൾ പറഞ്ഞല്ലോ. അന്നേരം x1ൻ്റെ പ്ലേസിൽ 0 വരുന്ന എലമെൻറ്റുകളും ഈ Rnനകത്ത് ഉണ്ടായിരിക്കും. അന്നേരം x1ൻ്റെ പ്ലേസിൽ 0 വരുന്ന എലമെൻറ്റുകൾ മാത്രം, x1ൻ്റെ പ്ലേസിൽ 0 ഉണ്ടെങ്കിൽ അതെല്ലാം അത്തരത്തിലുള്ള എലമെൻറ്റുകളെല്ലാം ഞാനിങ്ങനെ H-നകത്ത് എടുക്കും. അന്നേരം H-നകത്തുള്ള എലമെൻറ്റിൻ്റെ പ്രത്യേകത കിട്ടിയാൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആണ്. ആ ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എലമെൻറ്റുകൾ എന്തും ആകാം. ഓക്കെ, വേണമെങ്കിൽ മൊത്തം 0 ആകാം. ഓക്കെ, അല്ലെങ്കിൽ മൊത്തം 0 ആകാതെ ആകാം. 0യും വേറെ നമ്പേഴ്സ് മിക്സ് ചെയ്ത് വരാം. പോസിറ്റീവ് നെഗറ്റീവ്സ് എന്തും ആകാം. ഓക്കെ, ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആണ് എന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളുടെയും കളക്ഷൻ വരുന്നത് H-നകത്താണ്. ഓക്കെ,
അവിടെ സെക്കൻഡ് തേർഡ് പിന്നെ അങ്ങോട്ടുള്ള നമ്പേഴ്സ് എന്താകണം എന്ന് പറയുന്നില്ല, അത് എന്തുമാകാം എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആകുന്ന തരത്തിലുള്ള കളക്ഷനാണ് ഈ എച്ചിനകത്ത് വരുന്നത്. അതൊരു സബ്സെറ്റാണ് RNൻ്റെ. ഓക്കെ, ഈ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഈ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് എന്ന് തെളിയിക്കാൻ എന്താണ്, ഈ സബ്സെറ്റ് ഈ പറയപ്പെട്ട കമ്പോണൻറ്റ് വൈസ് അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനിൽ ഗ്രൂപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന എച്ച് എന്ന് പറയുന്ന സെറ്റ് ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആവുക എന്നുള്ളതാണ് എച്ചിൻ്റെ പ്രത്യേകത. ഈ എച്ച് നമുക്ക് സബ് ഗ്രൂപ്പ് എന്നാണ് തെളിയിക്കാനുള്ളത്. സബ് ഗ്രൂപ്പും തെളിയിക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഓപ്പറേഷൻ ബൈനറി ആയിരിക്കണം, അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് ഈ എച്ചിൽ നിന്ന് ഞാൻ 2 എലമെൻ്റ് എടുക്കുന്നു, യു വി. ഓക്കെ, എച്ചിലെ എലമെൻ്റ് പ്രത്യേകം നമുക്കറിയാം, ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആണ്, ബാക്കി എലമെൻറ്റ്സ് ഒക്കെ റിയൽ നമ്പറാണ്. ഓക്കെ, എന്നാൽ യു എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ ഇങ്ങനെ എടുത്തു 0, അതിനുശേഷമുള്ള എലമെൻറ്റ്സ് U2 U3 അതെല്ലാം റിയൽ നമ്പേഴ്സ്. അതുപോലെ V0 V2 V3 എക്സെട്രാ Vn ഇത് രണ്ടും എച്ചിൽ എലമെൻറ്റ്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇവയുടെ സമ്മും എച്ചിൽ എലമെൻ്റ് ആയിരിക്കണം. സമ്മ് എച്ചിൽ എലമെൻ്റ് ആയാൽ ഓപ്പറേഷൻ പ്ലസ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷനായി ക്ലോസ്ഡ് ആയി. ഓക്കെ, അന്നേരം സമ്മ് എച്ചിൽ എലമെൻ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അന്നേരം എച്ചിലെ എലമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണോ ആ ഫോമിൽ കിട്ടണം. എച്ചിൽ എലമെൻ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയിരിക്കണം, ബാക്കിയെല്ലാം ഏത് റിയൽ നമ്പറും ആയിക്കോട്ടെ. അന്നേരം ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്നു നോക്കിയാൽ മതി. ഇവ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പോണൻറ്റ് വൈസ് അഡീഷൻ. 0 + 0 ഇങ്ങനെ വരും, U2 + V2 U3 + V3 എക്സെട്രാ UN + Vn. ഇതാണല്ലോ വരുന്നത്. ഇത് മസ്റ്റായിട്ട് എച്ചിലെ നമ്പർ തന്നെയാണ്. കാര്യം ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താ 0 ആയ, ബാക്കി കമ്പോണൻറ്റ് ഏതെങ്കിലും റിയൽ നമ്പർ ആയാൽ മതി. ഓക്കെ, ഏതെങ്കിലും റിയൽ നമ്പർ ആയാൽ മതി, പ്രശ്നമില്ല. സോ ഇതിൻ്റെ U + V എന്ന് പറയുന്നത് 0, ബാക്കി റിയൽ നമ്പേഴ്സാണ്. ഇത് മസ്റ്റായിട്ടും എച്ചിലെ മെമ്പറാണ്. കാര്യം ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയി. ഓക്കെ, സോ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതായത് അഡീഷൻ എന്ന് പറയുന്ന കമ്പോണൻറ്റ് വൈസ് അഡീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ ആണ്. നെക്സ്റ്റ് വൺ അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി നമ്മൾ RNൽ അസോസിയേറ്റിവിറ്റി എങ്ങനെയാണോ തെളിയിച്ചത് ആ സെയിം കോപ്പി ഫസ്റ്റ് എലമെൻറ്റ് 0 മാത്രം ആക്കി കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്യണം എന്ന് നിർബന്ധം പോലും ഇല്ല. അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ അസോസിയേറ്റിവിറ്റി ചെയ്യണമെന്ന് നിർബന്ധം പോലും ഇല്ല. കാര്യം അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. കാര്യം RN എന്ന് പറയുന്നത് ഗ്രൂപ്പാണ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. RN ഗ്രൂപ്പാണെങ്കിൽ അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമല്ല. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഈ RNനകത്തുള്ള ഏത് 3 എലമെൻറ്റ്, എവിടുന്ന് 3 എലമെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന. ഓക്കെ, എവിടുന്ന് 3 എലമെൻറ്റും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ എച്ച് ഇതിനകത്തുള്ള സാധനമാണല്ലോ. അന്നേരം ഈ എച്ചിനകത്തുള്ള എലമെൻറ്റും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നല്ലേ അതിനർത്ഥം. ഓക്കെ, അന്നേരം അസോസിയേറ്റിവിറ്റി എപ്പോഴും സബ് ഗ്രൂപ്പ് തെളിയിക്കുന്നതിന് കമ്പൽസറി അല്ല. ഓക്കെ, അത് നമ്മൾ തിയറം ഒക്കെ ഇനി പറയും, ഇനി വരുന്ന ക്ലാസ്സുകളായ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറം പറയും. ഓക്കെ, അന്നേരം ഒരു സബ് ഗ്രൂപ്പ് തെളിയിക്കുന്നതിന് അസോസിയേറ്റിവിറ്റി നിർബന്ധമല്ല. കാര്യം അസോസിയേറ്റിവിറ്റി എല്ലായ്പ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നതിൻ്റെ റീസൺ ഞാൻ ഈ പറഞ്ഞതാണ്. കാര്യം RNൽ എവിടുന്ന് എലമെൻറ്റ് എടുത്താലും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അന്നേരം RNനകത്താണല്ലോ ഈ സബ്സെറ്റ് കിടക്കുന്ന എച്ച് എന്ന് പറയുന്ന സാധനം. അന്നേരം അതിനകത്തുള്ള എലമെൻറ്റ് എടുത്താൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. സോ അതുകൊണ്ട് അത് കമ്പൽസറി അല്ല. പിന്നെ ചില ആൾക്കാർക്ക് അത് എഴുതിയില്ലെങ്കിൽ ഒരു തൃപ്തി വരത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയതാണ്. ആവശ്യമുള്ളവർക്ക് അത് എഴുതി വെക്കാം, എഴുതിയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. അന്നേരം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ഇനി ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി നമുക്ക് ഇത്തരത്തിലൊരു എലമെൻ്റ് എടുക്കാം എച്ചിൽ നിന്നും. കാര്യം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എച്ചിലെ എലമെൻ്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആകുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി കമ്പോണൻറ്റ് എന്താകുന്നു എന്നുള്ളതിൽ പ്രസക്തിയില്ല. എന്തുമാകാം, 0യും ആകാം. ഓക്കെ, അന്നേരം 0 0 0 എക്സെട്രാ 0 എന്ന് പറയുന്നത് മസ്റ്റായിട്ട് എച്ചിൽ എലമെൻ്റാണ്. കാര്യം ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയ. ഓക്കെ, ഇനി U എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുക്കുന്നു, 0 U2 U എക്സെട്രാ UN, അതും എച്ചിൽ എലമെൻ്റാണ്. അങ്ങനെയെങ്കിൽ 0 മസ്റ്റായിട്ടും എച്ചിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി ആവാനുള്ള ക്വാളിഫിക്കേഷൻ അതിനുണ്ട്. കാര്യം ഈ 0യുടെ കൂടെ ഏതൊരു എച്ചിൽ എലമെൻറ്റ് നിങ്ങൾ ആഡ് ചെയ്താലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? ആഡ് ചെയ്യുന്ന എലമെൻറ്റേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നാം നോക്കുക, U + 0 ഇതാണ് U, ഇതാണ് 0. ഇവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 + 0 0 ആണ്. U2 + 0 U2, U3 + 0 U3 എക്സെട്രാ UN + 0 UN എന്ന് വരും. സോ U തന്നെ കിട്ടും. എന്ന് വെച്ചാൽ U ആണല്ലോ. ഓക്കെ, അതായത് യുവിൻ്റെ കൂടെ 0 ആഡ് ചെയ്തപ്പോൾ U തന്നെ കിട്ടി. ഓക്കെ, സിമിലർലി 0യുടെ കൂടെ U ആഡ് ചെയ്താൽ എന്തേ കിട്ടും? U കിട്ടത്തുള്ളൂ. സോ അങ്ങനെ ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. സോ 0 എന്ന് പറയുന്ന ഈ വെക്ടർ എച്ചിൽ എലമെൻ്റാണ്, അത് ഐഡൻറ്റിറ്റി ആയി. ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. ഇനി ഇൻവേഴ്സ്. U എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് എച്ചിൽ നിന്ന് എടുക്കാം, ആർബിട്രറി ആയിട്ട് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ -U എന്ന് പറയുന്നതും അതിൻ്റെ നെഗറ്റീവും എച്ചിൽ തന്നെ ഉണ്ടായിരിക്കും. കാര്യം ഇതിന് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഓരോ നമ്പറിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമല്ലോ. ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയ, ബാക്കിയുള്ളത് റിയൽ നമ്പേഴ്സാണ്. ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയി കഴിഞ്ഞാൽ അത് എവിടുത്തെ എലമെൻറ്റാണ്? എച്ചിൽ എലമെൻറ്റ്. അന്നേരം U എന്ന് പറയുന്നത് ഏതൊരു എലമെൻറ്റ് എച്ചിൽ നിന്ന് എടുത്താലും അതിൻ്റെ നെഗറ്റീവും എച്ചിൽ തന്നെ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടണം? ഐഡൻറ്റിറ്റി കിട്ടണം. ഐഡൻറ്റിറ്റി കിട്ടുവാണെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, U + -U. U നമ്മളതിലുണ്ട്, -U നമ്മളതിലുണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യാൻ അറിയാമല്ല. കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും.
ഓക്കെ, എന്താ കിട്ടുന്നത്? 0 + 0 0, ഇത് ഓപ്പോസിറ്റ് സൈൻ ആണ്. ബാക്കിയെല്ലാം അതെല്ലാം 0 ഇപ്പം ഐഡൻറ്റിറ്റി കിട്ടും. അന്നേരം ഒരു എലമെൻ്റ് കൂടെ മറ്റൊരു എലമെൻ്റ് ആഡ് ചെയ്തപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി. അങ്ങനെയെങ്കിൽ അവ പരസ്പരം ഇൻവേഴ്സ് ആണ്. അതായത് യുവിൻ്റെ ഇൻവേഴ്സ് -u ആണ്. ഓക്കെ, ഇതേപോലെ ഏത് എലമെൻ്റ് എടുത്താലും എന്ത് കിട്ടും? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ അന്നേരം ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്തു. അന്നേരം ഗ്രൂപ്പ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും ഈ എച്ച് സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് ആ എച്ച് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? Rnൻ്റെ സബ് ഗ്രൂപ്പാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ലാസ്റ്റ് എക്സാമ്പിൾ. Let f be the group of all real valued functions with the domain R under addition. f എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് വിത്ത് ഡൊമൈൻ R. ഇത് നമ്മൾ ഗ്രൂപ്പ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് വിത്ത് ഡൊമൈൻ R അണ്ടർ ഫങ്ഷൻ അഡിഷൻ ഈസ് ആൻ അബീഡിയൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ എഫ് എന്ന് പറയുന്ന സാധനം റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ്. ഫംഗ്ഷൻ അഡിഷൻ ആണ്. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡൊമൈൻ R ആണ്. ഓക്കെ, അത് ഗ്രൂപ്പാണെന്ന് തെളിയിച്ചിട്ടുണ്ട് നമ്മൾ. അന്നേരം എഫ് ആണ് നമ്മുടെ ഗ്രൂപ്പ് അണ്ടർ ഫംഗ്ഷൻ അഡിഷൻ ഈസ് ദി ഓപ്പറേഷൻ. അതിൻ്റെ ഒരു സബ്സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. സബ്സെറ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കണ്ടിന്യൂസ് ഫംഗ്ഷൻസും ഉണ്ടാകാം, ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻസും ഉണ്ടായിരിക്കാം. അന്നേരം ഞാനിവിടെ ഒരു സബ്സെറ്റ് എടുക്കുന്നു, എസ് എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുക്കുന്നു. ഓക്കെ, ഈ എസിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് മാത്രം അടങ്ങിയ സെറ്റാണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് മാത്രം ഈ എസിനകത്ത്, ബാക്കി ഡിസ്കണ്ടിന്യൂസ് അല്ല ഇതിന് പുറത്ത്. ഓക്കെ, അന്നേരം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് മാത്രമാണ് എസ്. ആ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് മാത്രം അടങ്ങിയ എസ് എന്ന് പറയുന്ന സബ്സെറ്റ് സബ് ഗ്രൂപ്പാണെന്ന് തെളിയിക്കണം. ഇതാണ് നമ്മളുടെ ജോലി. അന്നേരം എഫ് ഗ്രൂപ്പാണെന്ന് നമുക്കറിയാം. എസ് എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുത്തു. അതിനകത്തുള്ളത് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് മാത്രമാണ്. ഈ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് അടങ്ങിയ എസ് എഫിൻ്റെ സബ് ഗ്രൂപ്പാണെന്ന് തെളിയിക്കണം. അതിനാദ്യം ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഈ ഫംഗ്ഷൻ അഡീഷൻ എന്ന് പറയുന്നത് ഈ എസിൻ്റെ ബൈനറി ഓപ്പറേഷൻ തെളിയിക്കണം. എങ്ങനെയാണ് തെളിയിക്കുന്നത്? ഈ എസിനകത്ത് നിന്ന് ഏത് രണ്ട് എലമെൻ്റ് അടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്നത് എസിലെ മെമ്പർ തന്നെ ആയിരിക്കണം. എസിലെ എലമെൻ്റ് പ്രത്യേകത എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അത് ഏത് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്നത് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയാണെന്ന് തെളിയിച്ചാൽ മതി. അതിന് പ്രത്യേകിച്ച് തെളിയിക്കാനൊന്നുമില്ല. കണ്ടിന്യൂസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എടുത്ത് ആഡ് ചെയ്താലും അവിടെ സമ്മ് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിരിക്കും, പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, കോഷ്യൻ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, പ്രൊവൈഡഡ് ദ ഡിനോമിനേറ്റർ നോൺ സീറോ. ഡിനോമിനേറ്റർ നോൺ സീറോ ആകുന്ന തരത്തിലുള്ള കോഷ്യൻറ്റും കണ്ടിന്യൂസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസിൻ്റെ പ്രോപ്പർട്ടി റിയൽ നമ്പേഴ്സിലും റിയൽ അനാലിസിസിലും കാൽക്കുലസിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ല. സോ ഓപ്പറേഷൻ എന്ന് പറയുന്ന മസ്റ്റായിട്ടും ബൈനറിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കണ്ടിന്യൂസിൻ്റെ പ്രോപ്പർട്ടി തന്നെ നമുക്ക് ക്ലിയർ ആണ്. എഫ് ജി രണ്ട് എലമെൻ്റ് എടുക്കുന്നു. എഫും ജി കണ്ടിന്യൂസ് ആണ്. അല്ല അവിടെ സമ്മ് കണ്ടിന്യൂസ് ആകണം. സം എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഉണ്ട്. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ റീസൺ എന്താണ്? സം ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സോ എഫ് പ്ലസ് ജി മസ്റ്റ് ആയിട്ട് എസിൻ്റെ മെമ്പറാണ്. ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളൊരു നോക്കി വെക്കുക, എഴുതി വെക്കുക. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ്. എഫ് ഒരു ഗ്രൂപ്പാണ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. എഫ് ഗ്രൂപ്പാണെങ്കിൽ ഇതിനകത്തുള്ള ഏത് മൂന്ന് എലമെൻ്റ് എടുത്താലും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ഓക്കെ, ഏത് എലമെൻ്റ് എടുത്താലും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. അന്നേരം എസ് എന്ന് പറയുന്നത് ഇതിനകത്താണല്ലോ. അന്നേരം അതിനകത്ത് എലമെൻ്റ് എടുത്താലും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ഓക്കെ, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് തെളിയിക്കാനൊന്നുമില്ല. അസോസിയേറ്റീവ് ആണ്. ഇനി ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കാം? ദ ഫംഗ്ഷൻ എഫ് വെയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവറി എക്സ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇത് കണ്ടിന്യൂസ് ആണ്. കാര്യം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അതുകൂടാതെ ഇവിടെ ഡൊമൈൻ എന്ന് പറയുന്ന R ആണ്. കാര്യം എക്സിന് ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് എന്താണ്? 0 തന്നെ കിട്ടും. കാര്യം കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് തന്നെയല്ലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അന്നേരം ഡൊമൈൻ R തന്നെയാണ്. അന്നേരം ഈ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അതുകൂടാതെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനുമാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എവിടെ ഉള്ളതായിരിക്കും? ഈ സബ്സെറ്റിനകത്തുള്ളത്, എസിനകത്തുള്ളത്. അന്നേരം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആണ്. അത് എസിനകത്തുള്ളതാണ്. ഇത് മസ്റ്റായിട്ട് എന്താണ്? ഒരു ഐഡൻറ്റിറ്റിയാണ്. കാര്യം എന്താണ്? ഐഡൻറ്റിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഈ എഫ് എക്സ് എന്ന് പറയുന്നത് 0 ഫംഗ്ഷൻ അവിടെ കിട്ടിയത്. 0 ഫംഗ്ഷൻ്റെ കൂടെ ഏത് ഫംഗ്ഷൻ ആഡ് ചെയ്താലും എന്തേ കിട്ടും? ആ ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഔട്ട്പുട്ടായിട്ട് വരത്തോളൂ. സോ അതുകൊണ്ട് ഈ 0 ഫംഗ്ഷൻ എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. സോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഇൻവേഴ്സ്. ഇൻവേഴ്സ് എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഞാൻ എസ് നിന്ന് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ മൈനസ് എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. മൈനസ് എഫ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതും കണ്ടിന്യൂസ് ആണ്. എന്താ കാര്യം?
കാര്യം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് ഏതെങ്കിലും ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ, ഒരു റിയൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ എഫിനെ ഞാൻ എന്താ ചെയ്തത്, ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. -1 ഒരു റിയൽ നമ്പറാണ്. സോ അങ്ങനെ -f എന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് എവിടെ ഉണ്ടായിരിക്കും, എസ്സിലുണ്ടായിരിക്കും. ഓക്കെ, അന്നേരം എഫ് എസ്സിലുണ്ടെങ്കിൽ -f എസ്സിലുണ്ടെന്ന് കിട്ടി. ഓക്കെ, ഈ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് -f എന്ന് എങ്ങനെ പറയാം, അവ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, ഓപ്പറേഷൻ ഫംഗ്ഷൻ അഡീഷൻ ആണല്ലോ, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, ഈ ഫംഗ്ഷൻ്റെ ഐഡൻറ്റിറ്റി കിട്ടണം. f + -f എന്താണ്, 0 ആണ് കിട്ടുന്നത്. 0 ആണല്ലോ ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഏതൊരു ഫംഗ്ഷൻ എടുത്താലും അതിന് ഇൻവേഴ്സും ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തു, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തു. സോ എസ് എന്ന് പറയുന്ന സബ്സെറ്റ് എന്തായി, എഫിൻ്റെ സബ് ഗ്രൂപ്പായി. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അന്നേരം ഇതാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷൻ. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഇനി നിങ്ങളുടെ ജോലിയാണ് ബാക്കി, പ്രാക്ടീസ് ചെയ്യുക, വർക്ക് ചെയ്യുക, എഴുതി പഠിക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ, താങ്ക് യു.